ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിലുള്ള ലാസ്റ്റ് പോർഷനാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ്. നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിവാർഡാണ് ശരിക്കും എന്ത്, അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ നമ്മളിപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഒരു ആവശ്യത്തിന് നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോണാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ബാങ്കിൽ അതിൻ്റെ പലിശ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനി ഇഷ്യൂ ചെയ്തിട്ട് ജനറൽ പബ്ലിക്ക് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ലോണ് തന്നെയാണ് എന്ത്, ഡിബഞ്ചർ എന്ന് പറയുന്നത്, ഡിബഞ്ചർ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഡിബഞ്ചർ എമൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം, ഒരു ഫിക്സഡ് ചാർജ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇസ് എ ചാർജ് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പർട്ടിക്കുലർ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് മസ്റ്റ് ബി പെയ്ഡ് വെദർ ദ കമ്പനി ഹാസ് ഏൺഡ് എനി പ്രോഫിറ്റ് ഓർ നോട്ട്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഏൺ ചെയ്തിട്ടില്ലെങ്കിലും എന്തായിരിക്കണം, മസ്റ്റ് ബി പെയ്ഡ്. നമ്മൾ കൃത്യമായിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഗഡുക്കളായിട്ട്. ദാറ്റ് മീൻസ് ഹാഫ് ഇയർലി എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം, ഇയർലി പ്രൊവൈഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് മേ ബി പെയ്ഡ് ആനുവലി ഓർ ഹാഫ് ഇയർലി. ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പെയ്ഡ് ഹാഫ് ഇയർലി ഐദർ ഓൺ, അത് 31st മാർച്ചിനാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1st ഏപ്രിൽ ടു നെക്സ്റ്റ് 31st മാർച്ച് വരും. അത് ഫിനാൻഷ്യൽ ഇയറിന് നമുക്ക് അക്കൗണ്ടിങ് ഇയർ ആക്കി എടുക്കാം, അല്ലെങ്കിൽ കലണ്ടർ ഇയറിന് നമുക്ക് അക്കൗണ്ടിങ് ഇയർ ആയിട്ട് എടുക്കാം. അങ്ങനെയാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ജാനുവരി ടു 31st ഡിസംബർ ആണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഇപ്പം നമ്മൾ പിന്നെ ഈ ഫിനാൻഷ്യൽ ഇയർ പ്രകാരമാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, മാർച്ച് 31st അതുപോലെ തന്നെ 30th ഡിസംബറുമാണ് എന്തായിട്ട് വരുന്നത്, ഹാഫ് ഇയർലി വരുന്ന പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇൻ കേസ് നമ്മൾ കലണ്ടർ ഇയർ ആണെങ്കിൽ 30th ജൂണാണ് ഒരു 6 month ഹാഫ് ആയിട്ട് വരുന്നത്. ദെൻ 31st ഡിസംബറാണ് ആ 6 month ആയിട്ടുള്ള ഹാഫായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആൻഡ് ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട്. ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് ടാക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്, നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ടാണ് എൻട്രി വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ആ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നില്ലേ, അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ ശേഷമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ പേയ്മെൻ്റ് ആണ്. ആർക്കാണ്, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ് ജേർണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2010% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഓൺ January 1st, 2019 അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10% റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10%. അപ്പോൾ ഇവിടെ നോക്കുക, 2000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10% ഉള്ള ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10% ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കേട്ടോ. ഓക്കെ, ഫേസ് വാല്യൂ എത്രയാണ്, 100 രൂപയാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്, 2019 ജനുവരി 1-നാണ്. അപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ കണ്ടീഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10%. പ്രീമിയത്തിനാണ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 നഷ്ടമുണ്ട്. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്, അപ്പോൾ അവിടെ 10% നഷ്ടമായി. റിഡംഷൻ കണ്ടക്ട് ചെയ്യുന്നത് 10% പ്രീമിയത്തിനും, ഉള്ളതിലും കൂടുതൽ പൈസ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ എത്രയാണ് കമ്പനി ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു 10% പ്രീമിയത്തിൻ്റെ നഷ്ടമുണ്ട്. അപ്പോൾ 2 നഷ്ടം നമുക്ക് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ കാണിക്കാനുണ്ടാവും. ഓക്കെ. നിങ്ങളോട് പറയുന്നത് ഗീവ് ജേർണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് റിഡീം ഡിബഞ്ചർ interest for the period ending 31st December 31st 2019, assuming that interest was paid half yearly on June 30th and December 31st. അപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് January 1st ആണ്. അപ്പം ഹാഫ് ഇയർ 6 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പം June 30 ഫസ്റ്റ് ഹാഫ് ഇയർ വരിക. നെക്സ്റ്റ് 31st December. ഓക്കെ. ദെൻ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 10 ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എത്രയാണ്, 10%. അപ്പം നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ 10% നമുക്ക് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സിലേക്ക് പോകണം. ഓക്കെ. ദെൻ ഫോളോസ് കലണ്ടർ ഇയർ ആസ് ഇറ്റ്സ് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ഇവിടെ കലണ്ടർ ഇയറിനെയാണ് അക്കൗണ്ടിങ് ഇയർ ആക്കി എടുക്കുന്നത്. കലണ്ടർ ഇയർ എന്ന് പറയുമ്പം January 1st to December 31st അല്ലേ ആ ഒരു ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു എ ലിമിറ്റഡ് അക്കൗണ്ടിങ് ഇയർ ആക്കി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ January 1st, February, March, April, May, June 30 6 മാസമായി. അത് കഴിഞ്ഞിട്ട് July, August, September, October, November, December 6 മാസം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ജേർണലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മൾ 2000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ളത്. പക്ഷേ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിസ്കൗണ്ടിനാണ്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 2000-ൻ്റെ 10% ഡിസ്കൗണ്ടാണ്. അപ്പം 20,000 നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. അപ്പം ബാങ്കിൽ എത്രയേ റിസീവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ശരിക്കും 2000-ന് 100% വെച്ചിട്ട് എത്ര വരണം, നമുക്ക് ടോട്ടൽ 2 ലക്ഷമാണ് നമ്മളുടെ ഡിബഞ്ചർ എമൗണ്ട് വരേണ്ടത്. പക്ഷേ 20,000 എന്താണ്, 2 ലക്ഷത്തിൻ്റെ 20,000 നമ്മൾ ഡിസ്കൗണ്ടാണ്. കാരണം 10% ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ എത്രയാണ്, 2 ലക്ഷത്തിൽ നിന്ന് 20,000 കഴിച്ച് ബാക്കി 1,80,000 ബാങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ജേർണൽ എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ്, 1,80,000. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 2,000, then 10% ഡിബഞ്ചർ. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി കൊടുക്കാം. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിൽ എത്രയാണ് വരുന്നത്, 1,80,000. നമ്മൾ എത്രയാണ് ശരിക്കും ബാങ്കിൽ റിസീവ് ചെയ്തത്, 1,80,000 ആണ്. ഓക്കെ. നമ്മൾ ശരിക്കും ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്, 2 ലക്ഷം. അപ്പോൾ നമ്മൾ 10% ഡിബഞ്ചർ അക്കൗണ്ട് എത്ര എഴുതുന്നത്, 2,000 ഡിബഞ്ചർ 100 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ശരിക്കും ഡിബഞ്ചർ വാല്യൂ എത്ര ഉണ്ട്, 2 ലക്ഷം ഉണ്ട്. അത് നമ്മൾ നോക്കുക, ഡിസ്കൗണ്ടിനാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പം 10% എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൻ്റെ 10% 20,000 ഒരു നഷ്ടമുണ്ട്. അതേപോലെ 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ നമ്മൾ റിഡംഷൻ ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നതും എങ്ങനെയാണ്, 10% പ്രീമിയത്തിനാണ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു 20,000 കൂടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അതായത് ഒന്നുകൂടി പറയാം, 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചറാണ്. ആ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുത്തു. 10% ഡിസ്കൗണ്ട് കഴിച്ച് അവരുടെ അടുത്ത് നിന്ന് ശരിക്കും 1,80,000 നമ്മൾ ആ 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചറിന് വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 20,000 നഷ്ടമാണ്. 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ കയ്യിൽ വെച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് 1,80,000 വാങ്ങുന്നുള്ളൂ. അപ്പോൾ 20,000 അവിടെ ഒരു നഷ്ടം ഇഷ്യൂവിലുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുക, 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ അവരുടെ കയ്യിലുണ്ട്. അത് അവർ തിരിച്ച് കമ്പനിക്ക് കൊടുത്ത് ശരിക്കും 2 ലക്ഷം തന്നെയല്ലേ അവർ വാങ്ങേണ്ടത്. പക്ഷേ എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, 10% പ്രീമിയത്തിലാണ് വാങ്ങുന്നത്. അപ്പോൾ ഫേസ് വാല്യൂവിനേക്കാൾ അധികമായ വിലയ്ക്കാണ് അവർ തിരിച്ച് അവരുടെ ക്യാഷ് വാങ്ങുന്നത്. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, 2,20,000, 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 20,000 പ്രീമിയത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ
അപ്പോൾ 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കമ്പനി 2,20,000 അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെയും എന്താണ്, ഒരു 20,000 അധികം അവർക്ക് കൊടുക്കുക, പക്ഷേ ഡിബഞ്ചർ ഹോൾഡർക്ക് കമ്പനി കൊടുക്കുക. ആദ്യത്തെ 20,000 ഒട്ട് കമ്പനിക്ക് കിട്ടിയതുമില്ല, അധികം ഒരു 20,000 കമ്പനി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം കമ്പനിക്ക് ഇഷ്യൂവിൻ്റെ ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ 20,000, റിഡംഷനിൽ 20,000 വരാനുള്ള ലോസും രണ്ടും കൂടി എത്രയാണ്, 40,000 നഷ്ടം ആർക്ക് വന്നിട്ടുണ്ട്, കമ്പനിക്ക് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ 40,000 കാണിക്കുന്നത്. ഓക്കെ. പിന്നെ പ്രീമിയത്തിൽ നമ്മൾ റെഡീം ചെയ്യുന്ന ലോസ് നഷ്ടമാണെന്ത്, പ്രീമിയത്തിന് നമ്മൾ റെഡീം ചെയ്യുന്നതാണ് 20,000. ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ്, 20,000. ഓക്കെ. ദെൻ നമുക്ക് നോക്കാം, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. എന്നാ ഡ്യൂ ആവുക, നമ്മൾ ജനുവരി 1 ഇഷ്യൂ ചെയ്തത്. അപ്പം 1/1/2019 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 30 6 മാസമായി അല്ലേ. അപ്പോൾ ശരിക്കും നിങ്ങൾ നോക്കുക, 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചറാണ് അല്ലേ. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, 10%. 10% ഡിബഞ്ചർ അല്ലേ, അപ്പം 10% അതിന് ഇൻട്രസ്റ്റ്. അപ്പോൾ ശരിക്കും എത്രയാണ്, 20,000 ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് 6 മാസം കൂടുമ്പം കൊടുക്കുക എന്ന് പറയുമ്പോൾ 20,000 ഇൻറ്റു 6/12, അതായത് 10,000, അതായത് പകുതി ഹാഫ് ഇയർലി, പകുതി അടുത്ത ഹാഫ്. അപ്പോൾ 10,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റിൽ കാണിക്കാനുള്ളത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000. ഓക്കെ. അതിൽ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്രയേ കൊടുക്കുള്ളൂ, എത്രയാണ് നമുക്ക് കൊടുക്കാനുണ്ടാവുക, 9,000. കാരണം എന്തുകൊണ്ടാണ്, ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 10%. അപ്പോൾ ഈ 10,000-ൻ്റെ മുകളിൽ ഒരു 10% നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ. എത്രയാണ് വരുന്നത്, 1,000. അത് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ടേ നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുള്ളൂ. ദെൻ നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്താണ്, പേയ്മെൻറ്റ് എൻട്രിയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എത്ര അവർക്ക് കൊടുക്കുക, 9,000. ഇൻട്രസ്റ്റ്, അതായത് ആ ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ള ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെയിം ജേർണൽ എൻട്രീസ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. എന്താണ്, അടുത്ത 6 മാസം, അതായത് ഇപ്പം ജൂൺ 30 നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു. അടുത്തത് നമുക്ക് ആ 2019 തന്നെ ഡിസംബർ 31 അടുത്ത ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടാവുക. 31/12/2019 ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ സെയിം എമൗണ്ട് തന്നെ 10,000. മൊത്തം 20,000-ൽ ആദ്യം 10,000 കൊടുത്തു, നെക്സ്റ്റ് 10,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്നത് 9,000 ആണ്. ബാക്കി 1,000 എന്താണ്, അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ള ടാക്സ് ആണ്. അത് ഇൻറ്റു ടാക്സ് പേയബിൾ അക്കൗണ്ടിൽ കാണിക്കുക. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് എൻ്റർ ചെയ്യുന്ന എൻട്രി എത്രയാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ്, 9,000. അപ്പോൾ രണ്ടാമത്തെ ഹാഫ് ഇയർലി വരുന്ന ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. ദെൻ നമുക്ക് നോക്കാം, മൊത്തം നമ്മൾ പിന്നെ ഇൻകം ടാക്സ് കൊടുക്കാൻ എത്ര ഉണ്ടാവുക, ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 2,000, അതായത് ഹാഫ് ഇയർലിയിൽ വന്നിട്ടുള്ള 1,000-ഉം അടുത്ത ഹാഫ് ഇയർലി വന്നിട്ടുള്ള 1,000, മൊത്തം 2,000 ആണ് ടാക്സ് പെയ്ഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ടു ഗവൺമെൻറ് നമുക്ക് കൊടുക്കാനുള്ളത്. എത്രയാണ്, 2,000. ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മൊത്തം ശരിക്കും ഇൻട്രസ്റ്റ് എത്രയാണ്, 2,000 അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യേണ്ടേ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എഫക്റ്റ് എവിടെ വന്നു കഴിഞ്ഞു, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ഇതാണ് നമുക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് ഒരൊറ്റ കോൺസെപ്റ്റ് പറയാനുണ്ട്. അതായത് എപ്പോഴെങ്കിലും ഡിബഞ്ചർ നമ്മൾ അക്രൂ ആയിട്ടുണ്ടെങ്കിൽ, ദറ്റ് മീൻസ് ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനൊരു ടൈം ഉണ്ടാവും. ഒന്നുകിൽ ഹാഫ് ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ ഇയർലി ആയിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും, ആ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞ സമയത്ത് പഠിച്ച കാര്യമാണ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അക്രൂഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിപ്പം നമുക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് അക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാബിലിറ്റിയാണ് നമുക്ക് കൊടുക്കാനുള്ളതാണ്.
അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അൺപെയ്ഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത് ആ പർട്ടിക്കുലർ ഡേറ്റിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോൺ കറൻറ്റ് ലാബിലിറ്റിയിൽ എന്താണ് ലോങ് ടേം ബോറോയിങ്സിലാണ് എന്ത് ചെയ്യുന്നത് പർട്ടിക്കുലർ ഐറ്റം കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്രൂഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പേയബിൾ on specific dates, say 31st December and 30th June each year. If interest on these dates is not paid, then it will be treated as interest accrued or outstanding. And if this amount remains unpaid on the date of balance sheet, then it will be shown in the balance sheet under non-current liabilities under the subhead long-term borrowings. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇഷ്യൂ ഓഫ് അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.